എന്താ ചേട്ടാ കാര്യമായിട്ട് മെസ്സേജ് ആണല്ലോ. രാവിലെ എണീച്ചിട്ട് ഒരു മെസ്സേജ് 500 മറിക്കാൻ പറ്റുമോന്ന്. എന്നിട്ടോ ഇതാ നോക്ക് 005 500 മറിച്ചിട്ടു. അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യ. പിന്നെ കുറച്ച് പേരുണ്ട്, പിന്നെ 450 കയ്യിലുണ്ട്, ATM എടുക്കാൻ 500 വേണം, ഒരു 50 റുപ്യ ഒന്ന് ഇടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ 5 ആളിൽ ഇത് വാങ്ങിച്ചെന്തായി 250 കിട്ടി. വൈകുന്നേരം പോയി ക്വാർട്ടർ വാങ്ങിക്കാലോ. ഏയ് ഈ ചോദിക്കുന്ന ആൾക്കാർക്ക് ഡെയിലി പണിയുണ്ട്, 1000-1500 വെച്ച് കൂലിയും കിട്ടുന്നുണ്ട്. നമ്മളെ കടം വാങ്ങാൻ പഠിപ്പിച്ചതാരാണ് ആദ്യം? കണക്ക് മാഷാണ്. 1 2 പോവോ, അപ്പൊ എന്ത് പറയും? അടുത്തുനിന്ന് കട കൊടുക്കാൻ പറയും. അമേരിക്കൻ്റെ ഇന്ത്യ കടം പേടിക്കും. ഇവരുടെ ബാങ്കിൽ നിന്ന് ഒന്ന് ലോൺ കിട്ടണമെങ്കിലേ എത്ര പെടാപ്പെടാന്നറിയോ, എത്ര പേപ്പർ ഒപ്പിടണം. 100 ആപ്പുകളുണ്ട്. ഒരു വിരലത്തും പഠിച്ചു കഴിഞ്ഞാൽ ഇതാ പണം ഇഷ്ടം പോലെയാണ്. കസ്റ്റമറിൻ്റെ റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നമ്മൾ നോക്കണ്ടേ, എന്നിട്ട് വേണ്ടേ നമ്മളൊരു ലോണ് കൊടുക്കാനും. ഇനിയിപ്പോൾ എല്ലാ നിയമങ്ങളും പാലിച്ച് കൃത്യമായിട്ട് ലോൺ എടുത്തിട്ട് പോയ ആളുകൾ എത്ര പേര് കൃത്യമായിട്ട് ലോൺ അടയ്ക്കുന്നുണ്ട്? അതെ, കടം വാങ്ങിയത് തിരികെ കൊടുക്കുക, ലോണ് കൃത്യമായിട്ട് അടയ്ക്കുക, ഇതൊക്കെ ഒരു കൾച്ചറാണ്. ഇത് അശോകേട്ടൻ പറഞ്ഞത് 100% കറക്റ്റാണ്. പൈസ ഇല്ലാണ്ടിട്ടൊന്നുമല്ല, ഇതിന് പ്രയോറിറ്റി കൊടുക്കണില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ബാങ്കിൽ ചില ആളുകൾ ഈ ലോണ് പാസ്സായിട്ട് ചെക്ക് കൊടുക്കുന്ന ദിവസം ഉണ്ടല്ലോ, അപ്പോൾ ആളുകൾ പറയാണ് ഈ ഞങ്ങൾ കൂടുതലായിട്ട് അടച്ച കുഴപ്പമുണ്ടോ, ഇപ്പം 5000 അടക്കേണ്ട ഇവിടെ 10000 അടച്ച കുഴപ്പമുണ്ടോ എന്നൊക്കെ പറയും. പിന്നെ അവരെ കാണുന്ന എപ്പോഴാണെന്ന് അറിയോ, ഈ ലോണ് തിരിച്ചടയ്ക്കാൻ കഴിയാണ്ട് ഈ ഇതിൻ്റെ ജപ്തി ദിവസമാണ് കാണുന്നത്. അല്ല അനുഷേ, ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ ഈ സാധാരണപ്പെട്ട ആൾക്കാർക്ക് കടം കിട്ടാൻ എന്ത് ചെയ്യും? അവർ ചിലപ്പോൾ ഇതുപോലുള്ള ആപ്പുകളിൽ പോവും, പെട്ടെന്ന് പൈസ കിട്ടണ്ടേ. അല്ലെങ്കിൽ പിന്നെ ഇവരും പോലുള്ള ആൾക്ക് ചോദിച്ച് എന്ത് ചെയ്യും? ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്താൽ അവരെന്താ ചെയ്യുക? നമ്മുടെ ബാങ്കിലൊക്കെ അല്ലേ ഈ കാർഷിക ലോണ് കൊണ്ട് കുറേ ആളുകൾ വരും. എന്നിട്ട് ഈ കാർഷിക ലോൺ എടുത്തതിന് ശേഷം കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനും ബൈക്ക് മേടിക്കാനും ചെയ്യും. എന്നിട്ട് ഈ കാർഷിക ലോണ് എഴുതിത്തള്ളാനും പറയും. ഒരുപാട് ലോൺ ആപ്പുകളുണ്ടല്ലോ, ഇതിലൊക്കെ വല്ല നിയമസാധുതയുണ്ടോ? അശോകേട്ടാ, ഈ ആപ്പുകൾ മിക്കവാറും വ്യാജമാണ്. ഈ RBI അംഗീകാരമുള്ളതും ഈ NBFC വഴിയുള്ള ഇത് മാത്രമാണ് നിയമസാധുത ഉള്ളൂ. ഇങ്ങനെയുള്ള ആപ്പിന്നെ കൊടുക്കുന്ന ലോണില്ലേ, ഒരു സെക്യൂരിറ്റി ഇല്ലാതെയാണല്ലോ. അതെ, തീർച്ചയായും. പിന്നെ ഈ എടുത്തവര് തിരിച്ചടച്ചില്ലെങ്കിൽ ഇത് എങ്ങനെ റിക്കവർ ചെയ്യും? ഗിരീഷേട്ടാ, ഈ ആപ്പുകൾ വഴി നമുക്ക് ലോൺ അപ്രൂവൽ ആകുമ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ, അതേപോലെ തന്നെ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതെല്ലാം അവർ ചോദിക്കുകയും ചെയ്യും, നമ്മളിതെല്ലാം കൊടുക്കുകയും ചെയ്യും. കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ഇവർ നമുക്ക് കോൺടാക്ട് ലിസ്റ്റിലിട്ട മുഴുവൻ ആളുകൾക്കും എന്ത് ചെയ്യും, ഇതങ്ങനെ അയച്ചു കൊടുക്കും. ഇവൻ ഫ്രാഡാണ്, ഇവനെ സൂക്ഷിക്കണം, ഇങ്ങനെ പറഞ്ഞ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നാറ്റിക്കും. പിന്നെ നമ്മളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, ഹരാസ് ചെയ്യുക, അങ്ങനെ കാണിക്കുകയും ചെയ്യും. ഈ അടുത്ത് ഈ എലപ്പുള്ളിയിൽ നിങ്ങൾ ഒരു വാർത്ത കേട്ടില്ലേ, ഒരു പയ്യൻ ഈ ഇതേപോലെ ലോൺ എടുത്തിട്ട് അവർ ഭീഷണിപ്പെടുത്തി ഹരാസ് ചെയ്തിട്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്. അങ്ങനെയാണ് പത്രത്തിൽ വന്നത്. അതെ, ഇതിൽ പോയി തല വെച്ച് കൊടുത്തിട്ടേ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി കംപ്ലൈന്റ് ചെയ്യും? അല്ലേട്ടാ, ഇതൊക്കെ ട്രാപ്പിലായി പെട്ടിട്ടല്ല ഇപ്പം നമ്മളൊക്കെ ഇതൊക്കെ അറിയണത്. ഇതേപോലെ ലോണുകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ RBI അംഗീകാരം ഉണ്ടോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ എങ്ങനെയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ നമ്മൾ ഒന്ന് അന്വേഷിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഉള്ള ആകെയുള്ള ഒരു ആശ്വാസം എന്തെന്ന് പറഞ്ഞാൽ PD ഇതൊക്കെ ശക്തമായിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഉള്ള ഏക ആശ്വാസം. എന്താ ചാവുണ്ട് കേട്ടിരിക്കുന്നത്? പണ്ട് നമ്മളെ കൊണ്ട് പൈസ വാങ്ങിച്ചിട്ടാണ് ഇവന്മാരൊക്കെ പറ്റിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പൈസ തന്നിട്ടാണ് ഇവന്മാരൊക്കെ പറ്റിക്കുന്നത്. ഇപ്പോൾ തന്നിട്ടാണെങ്കിലും കൊടുത്തിട്ടാണെങ്കിലും പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഈ പറ്റിക്കപ്പെടാൻ കുറേ പൊലങ്കട്ടവന്മാർ നമ്മുടെ നാട്ടിലുണ്ടാ. എങ്ങനെ നേരെയാകുക അവന്മാരൊക്കെ?